ജനങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുള്ള ഒരു വ്യക്തിയായിരുന്നു. മകനും അങ്ങനെയാണോ? അത് വലിയൊരു ബേർഡനാണ് ആക്ച്വലി. അത് പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ ക്ഷമ ശരിക്കും മകന് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് പൂർണ്ണത്തിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് എൻ്റെ ഒരു കത്ത് ഞാൻ അയച്ചതിന് പകരമായി 2 കത്ത് എനിക്ക് ഇങ്ങോട്ട് അയച്ചു. അപ്പൊ ഒന്നില് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പരസ്പര പൂരകങ്ങളാണ്. പുതുപ്പള്ളി ഞങ്ങൾ കൊടുക്കുവാന്നുള്ള പോലെയായിരുന്നു അന്ന് തൊട്ടേ ജനങ്ങളുടെ ഒരു പ്രതികരണം. അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതേസമയം ദൈവനിശ്ചയമാണ്. ഇന്നിപ്പോ നമ്മൾ പല വിവാദങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പലർക്കും പേടിയാണ്. ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അതേസമയം ചിലരുടെ കേസ് മിണ്ടുന്ന പോലുമില്ല. ജോഡോ യാത്രയിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജോഡോ യാത്ര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ നാച്ചുറോപ്പതി ആണ് മോഡേൺ മെഡിസിനേക്കാളും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ദോഷമൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് വാക്സിൻ പോലും നിഷേധിച്ചതെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് മാത്രമായിട്ട് കൊടുക്കാതിരിക്കണമല്ല, ഞങ്ങളാരും എടുത്തിട്ടില്ല. അതേസമയം അദ്ദേഹത്തിന് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഏറ്റവും ആദ്യം തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹം? ഏറ്റവും ആദ്യം തോന്നിയ ആഗ്രഹം കർമാന്റെ പുറകെ നിൽക്കുന്ന പോലീസുകാരാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മകനും പുതുപ്പള്ളി MLA-യുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ സാറാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുള്ള ഒരു വ്യക്തിയായിരുന്നു. മകനും അങ്ങനെയാണോ? അല്ല, ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ ആകാൻ എനിക്കാവില്ല, ലോകത്താർക്കും ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ ആകാൻ സാധിക്കുന്നവർ കാണുമായിരിക്കും, പക്ഷെ എനിക്ക് ഒട്ടും ആകാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ ചെയ്യാവുന്നത് കഴിഞ്ഞ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. സൺ ഓഫ് എ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുമ്പം ജനങ്ങള് ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കുമ്പം ജനങ്ങളുടെ ഉള്ളിലുള്ള എക്സ്പെക്ടേഷൻ ആ ഒരു ലെവലിലായിരിക്കും. അത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അത് വലിയൊരു ബേർഡനാണ് ആക്ച്വലി. അത് പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതെ, കേരളത്തിന് മുഴുവൻ ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് ഇന്നും എത്തുക. ഇന്നലെയും 100 കണക്കിന് ആൾക്കാരാണ് കല്ലറയിൽ ഉണ്ടായിരുന്നത്. അപ്പം അവര് വരുന്നത് ചിലർ തങ്ങളുടെ ആവശ്യം കൂടി പറയാനാണ് വരുന്നത്. അപ്പം അതിൻ്റെതായ പരിമിതി എനിക്കുണ്ട്. കാരണം എനിക്കൊരു മാൻഡേറ്റ് ഉള്ളത് പുതുപ്പള്ളിക്ക് മാത്രമാണ്. ആ മാൻഡേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എത്ര പേരെ അങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാലും ജനങ്ങളുടെ ആഗ്രഹമല്ലേ, അവർക്ക് വരാം. അതെ, ജനങ്ങള് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. എല്ലാത്തിലും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഒരുപാട് നോസ് പറയേണ്ടി വരില്ലേ? എനിക്ക് അത് പറയേണ്ട ഒരു അവസ്ഥയാണ്. ഈ നോ പറയുന്നത് ശരിക്കും ഒരു വിഷമമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും നമുക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, ഏറ്റവും കൂടുതൽ എന്ത് പ്രശ്നമായിട്ടാണ് ആൾക്കാർ? ഒത്തിരി പേര് കടം ഉള്ളവർ. കഴിഞ്ഞ ഒരു 8 വർഷത്തെ രാജ്യത്തിന്റെ അവസ്ഥ കൊണ്ടായിരിക്കാം കടം കയറി തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ലോണിന്റെ ബാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുവരെ വന്നത്. 25ഉം 30ഉം ലക്ഷം ലോണുകൾ, 15 ലക്ഷം ലോൺ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യം, താമസിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. നമുക്കത് നീട്ടിക്കൊടുക്കാൻ പിന്നെയും ഫോൺ വിളിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഫിനാൻഷ്യലായിട്ടൊരു ഹെൽപ്പ് ഒന്നും പോസിബിൾ അല്ല എന്നൊരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അത് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് ഒരു ബുദ്ധിമുട്ടാണ്. ഞാനത് ഫേസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞൊരു 365 ദിവസം തികയുന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് ഒരു വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. അച്ഛനും രാഷ്ട്രീയത്തിലുള്ള ഒരാളായത് കൊണ്ട് തന്നെ അറിയാം, കുടുംബത്തിനോടൊപ്പം അല്ലെങ്കിൽ മക്കളോടൊപ്പം ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വളരെ കുറച്ചായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. കൂടുതൽ സമയം ജനങ്ങളുടെ കൂടെ ആയിരിക്കും. ഇപ്പൊ ഒരു MLA ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതേപോലെയാണോ? ഫാമിലിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? അത് ടൈം വീണ്ടും അപ്പൊ എന്തുകൊണ്ട് ഇത്രയും സമയം നിൽക്കാൻ പറ്റുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം അമ്മ തിരുവനന്തപുരത്തും ഞാൻ കോട്ടയത്താണെങ്കിൽ ഞാൻ ട്രാവലിംഗ് ആണ്. തിരുവനന്തപുരത്ത് അസംബ്ലി ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ ദൂരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഫാമിലി ആയിട്ടുള്ള സമയം, ഫോണിൽ പോലും സംസാരിക്കാനുള്ള സമയമൊക്കെ കുറവായി വന്നിരിക്കുകയാണ് ഈ സമയം. അപ്പയുടെ ഒരു ക്വാളിറ്റി, ഏറ്റവും വാല്യൂഡ് ആയിട്ട് തോന്നുന്ന ഒരു ക്വാളിറ്റി എന്താണ്? ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്ഷമയാണ്. അദ്ദേഹത്തിന് എത്ര വൈകിയാലും അദ്ദേഹം ആൾക്കാരെ എല്ലാം കണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് മാത്രമേ അദ്ദേഹം മുന്നോട്ട് പോകത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ക്ഷമയാണ് അദ്ദേഹത്തിന്റെ വലിയ ശക്തിയും. ഒരു വശത്ത് ബലഹീനത എന്ന് പറയും, പക്ഷെ ബലഹീനത ഇല്ല. ബലഹീനത എന്ന് പറയുമ്പോഴും ബലഹീനത എന്ന് പറഞ്ഞ ക്ഷമയാണ്. അപ്പോൾ അത് അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചു പോയത്.
ആ ക്ഷമ ശരിക്കും മകന് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് പൂർണ്ണത്തിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ. അങ്ങനെ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് എൻ്റെ ഒരു അച്ഛൻ തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? അല്ല, ഒരാളെയും അപമാനിക്കരുത്. ആ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വൈസ് ആയിട്ട് ഞാൻ, കാരണം നമ്മളെ കാണാൻ വരുന്ന ഒരാൾ അവരൊരു ബുദ്ധിമുട്ടുമായിട്ടായിരിക്കും. ഉം. അപ്പോൾ അതല്ല, നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ അവർക്ക് അവരുടേതായ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം, ആരെയും അവമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. ചെറുപ്പം തൊട്ടേ ഇത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നിട്ടുള്ള ഒരു ഉപദേശമാണോ അതോ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ഇറങ്ങാത്തതായിട്ട് വേർതിരിക്കുന്നില്ല. വേർതിരിവില്ല അല്ലേ? കാരണം ഞാൻ എൻ്റെ പാർട്ട് ഓഫ് ലൈഫായിട്ട്? ഒരു രാജീവ് ജിയെ ഞാൻ 91 കണ്ടതിന് ശേഷം 33 വർഷം എന്നെ സംബന്ധിച്ച് പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. രാജീവ് ജിയെ കണ്ടത് പറഞ്ഞപ്പോഴാണ്, രാജീവ് ജി എങ്ങനെയാണ് ആ കണ്ടുമുട്ടല്? അദ്ദേഹം വന്ന ഏറ്റവും അവസാന തവണയാണോ അതോ അതിന് മുമ്പത്തെ തവണയാണോ തിരുവനന്തപുരത്ത് വരികയാണ്. ഉം. അപ്പം എൻ്റെ ഫാദർ അദ്ദേഹത്തിന്റെ തോളിൽ എന്നെ ഇങ്ങനെ വെച്ചിട്ട് ആ. ഞാനൊരു എവർഗ്രീൻ ബൊക്കെ രാജീവ് ജിക്ക് കൊടുത്തു. ആ. രാജീവ് ജി ഒരു പെൺകുട്ടി കൊടുത്ത ഒരു ഷോൾ എനിക്ക് തന്നു. ആ. എൻ്റെ ബൊക്കെ ഈ പെൺകുട്ടിക്ക് കൊടുത്തു. പിന്നെ എൻ്റെ വിഷമം മൊത്തം ആ ബൊക്കെ കുറിച്ചായിരുന്നു. ആ ഷോൾ ഇപ്പോഴും കയ്യിലുണ്ടോ? അത് ഷോള് മാത്രമല്ല, അതിനു മുമ്പ് എനിക്ക് 2 കത്ത്, ഒരു കത്ത് ഞാൻ അയച്ചതിന് പകരം 2 കത്ത് എനിക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഉം. ആ കത്തുകൾ വിന്നില്ല, ഈ ഷോള് വിന്നില്ല. അതൊരു വിഷമമാണ്. ആ. അറ്റ്ലീസ്റ്റ് ആ കത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 5. 5 വയസ്സിൽ രാജീവ് ജിയോട് ആ ഒരു ആരാധന അന്ന്? അത് അതിനു മുമ്പ് തന്നെ. ഞാൻ 89-90 സമയത്താണ് ആ കത്ത് അയക്കുന്നത്. ആ. ഭയങ്കര വെച്ചാൽ ഞാൻ അന്ന് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പേരൻസിനെ കാട്ടി മേളിലാണെന്നുള്ളതാണ് രാജീവ് ജി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ രാജീവ് ജി ആയിരുന്നു ഹീറോ. ഇപ്പൊ ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര വർഷം? 16 and 17 തൊട്ട് ഒരു 2021 വരെ. ഓക്കെ. അത് കഴിഞ്ഞ് ലോയർ ആയിട്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ ലോയറും ഒരുമിച്ചാണ് പാരലലി കൊണ്ടുപോയതാണ്. ഇപ്പൊ ലെക്ചറർ, ലോയർ, പൊളിറ്റീഷ്യൻ, ഈ 3 പദവികൾ ഞാൻ തരുമ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയുമ്പോ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പൊളിറ്റീഷ്യൻ തന്നെയായിരിക്കും. പൊളിറ്റീഷ്യൻ തന്നെയാണ്. ഇത് 3ഉം കണക്റ്റഡ് അല്ലേ? ചെറിയ രീതിയിൽ അതിനെ വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. ടീച്ചർ എന്ന് പറഞ്ഞാലും ടീച്ചറിനകത്തും കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ, ആളുകളായിട്ട് സംസാരിക്കുക, ആളുകളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വേറൊരു ഫോമാണല്ലോ പൊളിറ്റിക്സ് എന്നുള്ളത്. അതിന്റെ ഒരു ലീഗൽ ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യാനാണ് ലോയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഒന്നില് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പരസ്പര പൂരകങ്ങളാണ്. ആ ലെക്ചറർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് എങ്ങനെയായിരുന്നു കുട്ടികളുടെ കൂടെയൊക്കെ ഉള്ളത്? അല്ല, അതൊരു നല്ലൊരു സമയം തന്നെയായിരുന്നു അത്. കാരണം ഞാൻ കൂടുതലും ഡൽഹിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് അവരുടെ ഇപ്പം ഇവിടെ വരുമ്പോൾ ചെറിയ പ്രശ്നം, ബാക്ക്ഗ്രൗണ്ട് പ്രശ്നം വരുമല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമല്ല. അവിടെ എല്ലാവരും ഒരേപോലെ നമ്മളെ കാണുന്ന ഒരു സമീപനം. സന്തോഷം. പുതുപ്പള്ളിയിൽ ഇലക്ഷന് നിന്ന സമയത്ത് പുതുപ്പള്ളി ഞങ്ങൾ കൊടുക്കുവാന്നുള്ള പോലെയായിരുന്നു അന്ന് തൊട്ടേ ജനങ്ങളുടെ ഒരു പ്രതികരണം. അപ്പൊ ജയിക്കുന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പായിരുന്നു. ജയിക്കുന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഉണ്ടായത് ജനങ്ങളുടെ വിധി. ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്താണ്? കാരണം ഒരുപാട് മിക്സ്ഡ് ഇമോഷൻസ് നമുക്ക് ഊഹിക്കാൻ പറ്റും ആ ഒരു സമയത്ത്. അല്ല, അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതേസമയം ദൈവനിശ്ചയമാണ്. MLA ആവുന്നതിന് മുൻപും ശേഷവും ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് ഇത്രയും ഹെക്ടിക് ആയിരുന്നില്ല. ഹെക്ടിക്കായി നമുക്ക് ഉറങ്ങാൻ പോലും സമയമില്ലാത്തൊരു സാഹചര്യം വന്നു. പിന്നെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ, കൂടുതൽ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. അത് നമുക്കൊരു ഐഡിയ പ്ലാൻ ചെയ്താൽ ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. ഇതൊക്കെ MLA ആയതിനു ശേഷം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് സമയത്തിന്റെ കുറവോ അല്ലെങ്കിൽ? സമയത്തിന്റെ കുറവ് എന്തായാലും ഉണ്ട്. എന്നെ സംബന്ധിച്ച് സമയമാണ് ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത്. അപ്പം പലയിടത്തു നിന്ന് പല ദിവസവും പല സ്ഥലത്തായിട്ട് പ്രോഗ്രാം വിളിക്കുകയാണ്. എല്ലായിടത്തും ഓടി എത്തണമെങ്കിൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. എന്റെ മണ്ഡലത്തിൽ എനിക്ക് നിൽക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ആളുകളുടെ ഒരാഗ്രഹം എല്ലായിടത്തും എത്തണമെന്നാണ്. പക്ഷെ മണ്ഡലം നോക്കാതിരിക്കാൻ സാധിക്കത്തില്ല. മണ്ഡലത്തിൽ നിൽക്കണം. അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ പറയുന്നത് ഞങ്ങൾ കൂടെ വന്ന് ജയിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്തും വരണമെന്നാണ് പറയുന്നത്. അപ്പം അവിടെ പോവാതിരിക്കാനും പറ്റത്തില്ല. പോയാലും അത് എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? അപ്പം ജസ്റ്റ് പോയി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മണ്ഡലത്തിൽ നിന്ന് വലിയ ഡിമാൻഡാണ് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന് ആ ഒരു സമയത്ത് ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു ദൈവവിശ്വാസിയാണ്, കാലം സത്യം തെളിയിക്കട്ടെ എന്നാണ്.
ഇന്നിപ്പോ നമ്മൾ പല വിവാദങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പലർക്കും പേടിയാണ്, ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അന്ന് അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? കാലം അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതിപ്പം അതേ ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉം. ഇത് തുടക്കം തൊട്ട് അറിയാലോ, ഇറ്റ്സ് എ ഫേക്ക് അതെ. കേസ്, എൻ്റയർ തിങ് ഇസ് കുക്ക്ഡ് അപ്പ് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് മാനിപ്പുലേറ്റഡ് ആണ്. ഉം. അപ്പം ഇന്നും പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ചില മാധ്യമങ്ങൾ. അതെ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു മറ്റൊരു വശം വെച്ചാൽ ഇന്നും പറയുകയാണ്. ജസ്റ്റ് ഒരു 10 ദിവസം മുമ്പ് പറഞ്ഞു. ഉം. അതേസമയം ചിലരുടെ കേസ് മിണ്ടുന്ന പോലുമില്ല. Yes, correct ആണ്. അത് പത്രത്തിൽ കൊടുക്കാൻ പോലും പഠിക്കുക അതെ. ചില കാര്യങ്ങൾ. ഉം, ഉം. അതേസമയം ഇത് CBI എൻക്വയറി ചെയ്തു, എന്താ പറയാ, ഇവിടുത്തെ പോലീസ് പലതവണ എൻക്വയറി ചെയ്തു, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും ഇത് ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പിക്കൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരുന്നു എല്ലാം ഡീൽ ചെയ്തത്? കാരണം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരും തളർന്നു പോകില്ല. അപ്പൊ മകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അത്? അതെ, ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അതെ. ഇങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഉം. പക്ഷെ അതെ, അദ്ദേഹത്തിനൊന്നും പ്രശ്നമല്ല. നമ്മളിതൊക്കെ യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ മറികടന്നു. രാഹുൽ ഗാന്ധിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? രാഹുൽജി വളരെ കരുതൽ എൻ്റെ പിതാവിനോട് കാണിച്ചിട്ടുണ്ട്. ഉം. ജർമ്മനി കൊണ്ടുപോകാൻ അദ്ദേഹം രൂപ ചെലവാക്കി. അദ്ദേഹമാണ് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ട്രാവൽ ശരിയാക്കിയത്. തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്സും എല്ലാം കാണുകയും എല്ലാം നോക്കുകയും ചെയ്ത് അദ്ദേഹം. അങ്ങനെ വളരെ കരുതൽ അദ്ദേഹം എൻ്റെ പിതാവിനോട് കാണിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷവും 3 പ്രാവശ്യമാണ് അദ്ദേഹം വന്നത്. ഇവിടെ കോട്ടയത്ത് ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം അപ്പയുടെ പേരാണ് ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന് കണ്ട് അപ്പയുടെ പേരിലുള്ള അവാർഡ് അങ്ങേക്ക് തരാൻ ജൂറി തീരുമാനിച്ചു. ശശി തരൂർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ആ ജൂറി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടും അതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. സമയം ഫിക്സ് ചെയ്തത് ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നുള്ള സമീപനമായിരുന്നു അദ്ദേഹത്തിന്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യൻ അങ്ങനെ ഒരു റിയാക്ഷൻ തരുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുക. നമ്മളൊക്കെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളാണ് ഈ രാജ്യത്തിന് ഏറ്റവും അഭികാമ്യനായ ഒരു നേതാവ് ഞാൻ കരുതുന്നു. ജോഡോ യാത്രയിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ, ജോഡോ യാത്ര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 10,000-4000 കിലോമീറ്റർ നടക്കുവാനും അതുപോലെ തന്നെ ഈ യാത്രയോടൊപ്പം പോകാനൊക്കെ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ചികിത്സാ വിവാദം, അപ്പൊ അതൊരു മകൻ എന്ന നിലയിൽ നമ്മളെപ്പോഴും പേരൻസിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനേ നോക്കുള്ളൂ. അപ്പം ഇത് ഇലക്ഷന്റെ സമയത്ത് പോലും കുത്തിപ്പൊക്കിയിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിവാദം. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ സമയത്ത് ഡീൽ ചെയ്തത്? കാരണം ഇതിലൊരു പേഴ്സണൽ ഹേർട്ടും കൂടെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അയ്യപ്പ അനുഭവമാണ്. ഞാൻ ടോട്ടലി ഒരു സ്പിരിച്വൽ പേഴ്സണാണ്. സ്പിരിച്വൽ പേഴ്സണെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ സ്പിരിച്വലി നേരിടാൻ സാധിക്കും. അപ്പം ഞാൻ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നതാണ്. അപ്പം എനിക്ക് അയ്യപ്പന്റെ അനുഭവം നോക്കുമ്പോൾ അയ്യപ്പൻ ഇതേപോലെ പുലിപ്പാല് തേടിപ്പോയ ഒരാളാണ്. അങ്ങനെ ഒരു അനുഭവമായിട്ട് ഞാനിതിനെ കണക്കാക്കിയുള്ളൂ. ഞാനത് അതും പറഞ്ഞതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ പോസിറ്റിവിറ്റി ഞാൻ എടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഏറ്റവും വിശ്വാസമുള്ളത് ഇന്ത്യയിലാണ്, ഇന്ത്യൻ സിസ്റ്റത്തിലാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഇംഗ്ലണ്ടിൽ പോയി ഒരു പ്രധാനപ്പെട്ട ഒരു കടയിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന മൊത്തം ടർമറിക് ഗുളികളാണ്. ടർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞളുടെ ഗുളികൾ, അശ്വഗന്ധ, ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട മരുന്നുകളായി വെച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ. ഇവിടെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മഞ്ഞൾ വെള്ളം കുടിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യക്ക് ഇന്ത്യതായ രീതികളുണ്ട്. അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ മേജർ ഒരു മെഡിസിനാണ് ഈ രാജ്യത്തിന്റെ. അത് പല കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ, സ്ട്രെസ് ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യൻ സിസ്റ്റത്തിന്, അത് ഇന്ത്യൻ സിസ്റ്റം പഠിച്ച, അത് ലോകത്തിന് പകർന്നു കൊടുത്ത അനവധി ആചാര്യന്മാർ, ഗുരുക്കന്മാർ ഇന്നിവിടെ ഉണ്ട്. അവര് പറയുന്ന മെഡിസിൻസിൽ ആർക്കാണ് വിശ്വാസക്കുറവ്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് കിങ് ചാൾസ് അസുഖബാധിതനായി വന്നപ്പോൾ അദ്ദേഹം
ആദ്യം പറഞ്ഞത് ഹെർബ്സ് വേണമെന്നുള്ളതാണ് ഞാൻ കേട്ടത്. ഞാനങ്ങനെ കേട്ടത്. അത് വീണ്ടും വേണേ അന്വേഷിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഒരു കമ്പൈൻഡ് സിസ്റ്റം മെഡിസിൻ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല നമുക്ക്? കാരണം ഇന്ത്യയിലെ കമ്പൈൻഡ് സിസ്റ്റം ആണ്, അല്ലാതെ ഇപ്പൊ നാച്ചുറോപ്പതി ആണ് മോഡേൺ മെഡിസിനേക്കാളും ബെറ്റർ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. ആ. നമുക്ക് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കേണ്ടത് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കണം. ആ മോഡേൺ മെഡിസിൻ ചിലപ്പം രോഗം കണ്ടുപിടിക്കാനായിരിക്കും സഹായിക്കുന്നത്. Yes. ആ രോഗം ക്യൂർ ചെയ്യാൻ ചിലപ്പോൾ മോഡേൺ മെഡിസിൻ അത്രയും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അത് ഇച്ചിരി അതിന്റെ പ്രോസസ്സ് ഇച്ചിരി കട്ടിയായിരിക്കാം. പ്രായം ഒരാൾക്ക് ആ പ്രോസസ്സിലൂടെ കടത്തി വിട്ടാൽ ചിലപ്പോൾ അദ്ദേഹം ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ മോഡേൺ മെഡിസിൻ വേണ്ടടുത്ത് മോഡേൺ മെഡിസിൻ, നാച്ചുറോപ്പതിയും അതേപോലെ ഇന്ത്യൻ സിസ്റ്റവും വേണ്ടടുത്ത്, ആയുർവേദം വേണ്ടടുത്ത്, സിദ്ധ വേണ്ടടുത്ത് അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പക്ഷെ നമ്മുടെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ നമുക്കിത് കമ്പൈൻ ചെയ്യാൻ ഈ രാജ്യത്ത് ഇത്രയും നോളജ് ഉണ്ട്. 7000 വർഷത്തെ നോളജ് പ്ലസ് മോഡേൺ സിസ്റ്റത്തിന്റെ നോളജ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹെൽത്ത് റെവല്യൂഷൻ നടക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വളരെ ചെറിയ അസുഖങ്ങളായി കണക്കാക്കിയാണ് ഇന്ത്യയിലെ ഭിഷുകരന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ വൈദ്യന്മാർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിന്ന് ആ ഒരു അറിവ് എവിടെയോ കൈവിട്ടു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസിസിന് മാത്രം മോഡേൺ മെഡിസിൻ എടുത്തിട്ട് പിന്നെ ചികിത്സ പൂർണ്ണമായും ഇന്ത്യൻ മെഡിസിനിലേക്ക് വിടാനാണോ? അതായിരിക്കും ഒരു പ്രായം കഴിഞ്ഞ, ബിക്കോസ് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒരാളെ കഷ്ടപ്പെടുത്തുന്നതിനും ആളുടെ ഇഷ്ടം കൂടെ നോക്കണം. പക്ഷെ ഒരു എഫക്റ്റീവായിട്ടൊരു മീൻസ് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ എനിക്കുണ്ടാക്കി. ഇപ്പൊ ദോഷമൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് വാക്സിൻ പോലും നിഷേധിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ആ സമയത്ത് ഒരു വിവാദമായിരുന്നു. അതെ, വാക്സിൻ ഇപ്പൊ ഞാനൊന്നും പറയണ്ടല്ലോ, ഈ ഉണ്ടാക്കിയവർ തന്നെ ബ്രിട്ടനിലെ ഹൈക്കോടതി കൊണ്ട് അഫിഡവിറ്റ് കൊടുത്തല്ലോ. ബ്രിട്ടനിലെ ഹൈക്കോടതി കൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് എന്താണ്? ഇപ്പൊ മാത്രമല്ല അദ്ദേഹം മാത്രമല്ല, ഞാനും എടുത്തിട്ടില്ല, എന്റെ അമ്മ എടുത്തിട്ടില്ല ഇപ്പോഴും. അപ്പം ഇത് അദ്ദേഹത്തിന് മാത്രമായിട്ട് കൊടുക്കാതിരിക്കുവാണല്ല, ഞങ്ങളാരും എടുത്തിട്ടില്ല. അതേസമയം അദ്ദേഹത്തിന് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്യൂ പോയിന്റ് തന്നെ എല്ലാവർക്കും വേണമെന്നില്ല. മറ്റൊരാൾ നോക്കുമ്പം അവരെ സംബന്ധിച്ച് തെറ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പം ഇതാണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബെസ്റ്റ് വേ. പക്ഷെ ഫാമിലിയിൽ ആരും എടുത്തിട്ടില്ല എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഞാനും മദറും ഫാദറും എടുത്തിട്ടില്ല, എന്റെ അനന്തരവനും എടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു മെഡിസിനോട് ട്രസ്റ്റ് കുറവായിരിക്കും. മെഡിസിൻ ട്രസ്റ്റ് അല്ലല്ലോ, ഈ ഒരു മെഡിസിനോട് മാത്രം, വാക്സിൻ, ഈ ഒരു വാക്സിനോട് മാത്രം, എല്ലാ വാക്സിനും അല്ല. കോവിഷീൽഡ്, ബാക്കിയുള്ള വാക്സിൻസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഈ ഒരു വാക്സിൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പൊ അതിന്റെ ഒരു ട്രസ്റ്റ്, ഒരു നോബൽ പ്രൈസ് വിന്നർ ഉൾപ്പെടെ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ? എല്ലാ വർഷവും പഠിക്കണം. ആ ഫാക്ട് ഷീറ്റ് ഒന്ന് പഠിച്ചോ. ആ ഫാക്ട് ഷീറ്റ്, കോവിഷീൽഡിന്റെ ഫാക്ട് ഷീറ്റ് പഠിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകും എടുക്കാൻ. ആ ഫാക്ട് ഷീറ്റ് പഠിക്കണം. നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുക്കുമല്ലോ, മറ്റേ ഏതൊരു എന്നാ പറയുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും, ജസ്റ്റ് സിഗ്നേച്ചർ മാത്രമേ കൊടുക്കൂ, അതിനകത്ത് എഴുതിയിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതൊന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. മാത്രമല്ല, ഇറ്റ്സ് യുവർ ഡിസിഷൻ. എനിക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ സിസ്റ്റവും ഇന്ത്യൻ ആയുഷിലും എനിക്ക് ട്രസ്റ്റ് ഉണ്ട്. അത് എന്നെ എഫക്റ്റീവ്ലി പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ 3000 ആൾക്കാർക്ക് ഡൽഹിയിൽ കിറ്റ് എത്തിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് 18 ബസ്സുകൾ കേരളത്തിലേക്കും 1 ബസ് മധ്യപ്രദേശിലേക്കും ഒക്കെ അറേഞ്ച് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഞാൻ ഡൽഹി മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ വന്ന് മൊത്ത സ്ഥലത്ത് ഫോൺ കൊടുത്തതാണ്. 900-ൽ പരം ഫോൺ കൊടുത്ത് കുട്ടികൾക്ക് പഠിക്കുവാൻ ഫോൺ കൊടുത്തതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഹെൽത്തി ആയിട്ട് ഒരുവിധം പിടിച്ചിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അത് എന്റെ സിസ്റ്റമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തത്. എനിക്ക് ഇന്ത്യയിൽ പൂർണ്ണമായ വിശ്വാസം. ഇനി ഞാൻ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. ആരാണ് റോൾ മോഡൽ? റോൾ മോഡൽ ഫാദറുണ്ട്, രാജീവ് ജി ഉണ്ട്, രണ്ടുപേരും. പൊളിറ്റിക്സിലും ലൈഫിലും ജീവിതത്തിലും
നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞ വ്യത്യസ്തമല്ല. വ്യത്യാസം ഇല്ല. ദൈവവിശ്വാസിയാണോ? തീർച്ചയായിട്ടും. ആണ്. സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണോ? സിനിമ കാണും. ഏത് തരം സിനിമകളാ കൂടുതൽ കാണാറ്? ഞാനങ്ങനെ എല്ലാ തരം പടങ്ങളും പിന്നെ ഇപ്പൊ എന്താ പറയുക, തമാശയാണ് ഇച്ചിരി പ്രിഫർ ചെയ്യുക. ഇപ്പൊ തമാശ പടങ്ങൾ കുറവാണ്. തമാശ പടങ്ങൾ കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പം അല്ലെങ്കിൽ വേറെ കാണുന്നത് ഞാൻ തെലുങ്കുവിലാണ് ഫിലിംസ് കാണുന്നത്. ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സിനിമകൾ കാണുന്നു. ഞാൻ അങ്ങനെ തന്നെ, ഞാൻ മിക്കവാറും തെലുങ്കുവിലാണ് കാണാറുള്ളത്. എത്ര ഭാഷകൾ അറിയാം? ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ എല്ലാം അറിയാം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. കുറച്ച് പറയും. തെലുങ്ക് പറയാനും കേട്ടാലും മനസ്സിലാവും. കന്നഡ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലാതെ ജർമ്മൻ, സ്പാനിഷും ഞാൻ പഠിച്ചിട്ടുണ്ട്. A1 A1.2 ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ജർമ്മൻ A1.1, മറ്റേത് A1.2. എനിക്ക് അപ്പം ഇഷ്ടം അത് പഠിക്കണമെന്നുണ്ട്. കുറച്ച് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ചൊന്നും ഓർമ്മയില്ല. ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണോ? ഒരു അങ്ങനെ ഫേവറേറ്റ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് അനുസരിച്ചാണ്. ഞാനിപ്പം വിദേശത്താണെങ്കിൽ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക അവിടുത്തെ ആയിരിക്കും. കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ആകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയും പയറും. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. യാത്ര ഒത്തിരി ഇഷ്ടം. അപ്പൊ എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട്? രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ ഇപ്പൊ തന്നെ ഞാൻ ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഒരു 9 രാജ്യം പോയി. 9 രാജ്യത്തിൽ ഒരു 4 രാജ്യം പുതുതാണ്. ഏതെങ്കിലും രാജ്യം നമുക്ക് വീണ്ടും പോകണം എന്ന് തോന്നിയത്, അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം പറയാൻ പറഞ്ഞാല്? അങ്ങനെ യൂറോപ്പ് പോകണമെന്ന് എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് നാസി പീരീഡ് പഠിക്കാനും അതേപോലെ ആ ഒരു ഹിസ്റ്ററി എന്താ പറയുക ക്വസ്റ്റ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എല്ലാ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും അതേപോലെ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണണമെന്ന് വലിയ താല്പര്യമുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ നല്ല എന്തെങ്കിലും രീതികൾ കാണുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെ തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എനിക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നേ കൊള്ളാം എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉള്ള സ്പോർട്സ് അവർ കൊച്ചുനാൾ തൊട്ട് കളിക്കാനുള്ള അവസരങ്ങളും സാഹചര്യവും. അപ്പം ഡൈവേർഷനായി അവർക്കുള്ളൊരു എക്സ്ട്രാ ആക്ടിവിറ്റി ആയി അവരുടെ എനർജി അങ്ങോട്ട് തന്നെ ചാനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ രാജ്യത്തിന് വേണ്ടി മികച്ച വിക്ടറീസ് നേടും. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് പേട്രിയോട്ടിസം. നമ്മുടെ ആൾക്കാരോട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വേ ഉണ്ട്. പക്ഷെ അത് ഞാൻ എന്നെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ എൻ്റെ നെയ്ബറിനോട് മോശമായിട്ട് പെരുമാറുമ്പോൾ എന്നോട് തന്നെയാണ് മോശമാകുന്നത്. അവര് വളരെ കെയർഫുൾ ആയിട്ടാണ് ആ പേട്രിയോട്ടിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അവർ വലിയ മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ സെല്യൂട്ടേഷൻ ഒന്നുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവര് റോഡിലും ജീവിതത്തിലുമാണ് അവര് പേട്രിയോട്ടിസം കാണിക്കുന്നത്. നമ്മളവിടെ ഇറങ്ങി നിൽക്കണം. റോഡിൽ വണ്ടി നിർത്തി തരും നമുക്ക് ക്രോസ് ചെയ്യാം. പല വിദേശ രാജ്യത്തും നമ്മുടെ അയൽക്കാരന്റെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ട്രൂ പേട്രിയോട്ടിസം ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല നമ്മുടെ ആൾക്കാരെ നമ്മൾ എയർപോർട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന രീതി എനിക്കതൊട്ടും ഒരു 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 പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ അവരുടെ ആൾക്കാരെ എങ്ങനെ അവർ എയർപോർട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആൾക്കാർക്ക് സെപ്പറേറ്റ് ക്യൂവും നമുക്ക് മറ്റുള്ളവർക്ക് വേറെ സെപ്പറേറ്റ് ക്യൂ ആയിരിക്കും. ഇവിടെ അങ്ങനെയാണോ? നമ്മളെല്ലാം അപ്പോൾ ഇന്ത്യൻസിനോട് നമുക്ക് ഇച്ചിരി ഒരു റെസ്പെക്ട് കൊടുത്തും ഇന്ത്യൻ ലൈഫിന് വാല്യൂ കൊടുത്തും നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും ആ ഇന്ത്യൻ സിറ്റിസൺ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കാണുന്നത്. അങ്ങനെ ഒരു കൾച്ചർ അവർക്കുണ്ട്. ആ കൾച്ചർ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇപ്പൊ ഡ്രീംസ്, ആംബിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് മാറുന്നതായിരിക്കും. നമ്മൾ വളരെ ചെറുപ്പത്തിൽ പറയും എനിക്ക് ടീച്ചർ ആവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ വലുതാവുമ്പോൾ ഒരു 17 വയസ്സ് കഴിയുമ്പോൾ ആ ആഗ്രഹം ആയിരിക്കില്ല. എന്തായിരുന്നു ഏറ്റവും ആദ്യം തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹം? ഏറ്റവും ആദ്യം തോന്നിയ ആഗ്രഹം കർണാന്റെ പുറകെ നിൽക്കുന്ന പോലീസുകാരാണ്. എന്നിട്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അതല്ല സിവിൽ സർവീസ് പഠിക്കാൻ പോയത്. അതുകൊണ്ട് ശ്രമിച്ചതല്ല, അങ്ങനെ അങ്ങ് പെട്ടുപോകുന്നേ ഉള്ളൂ.
ഈ ഒരു ബിസി ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ എന്താ ചെയ്യുന്നത്? ഓഫ്കോഴ്സ് ഈ ജനങ്ങളെ സേവിക്കാന്ന് പറയുന്നത് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് ഒരു ബുക്സ് വായിക്കുന്ന ഒരു മേജർ തിങ് ആണ് എനിക്കിപ്പോൾ. വായിക്കാനൊക്കെ എപ്പോഴും ടൈം വായിക്കാൻ കിട്ടുമോ? പറ്റുന്നില്ല, പക്ഷെ യാത്രയായിരിക്കും കൂടുതൽ. ആ. ചില സമയത്ത് ഞാൻ ചില ബുക്കുകൾ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയ ഒരു ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭഗവത്ഗീതയെ കുറിച്ചാണ്. ഉം. ആ ഭഗവത്ഗീതയുടെ ബുക്ക് ഞാൻ എടുത്ത് കൈവച്ചു. അതിനകത്ത് പറയുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ മഹാഭാരത യുദ്ധമുണ്ട്. അതിലൊരാള് കൃഷ്ണനാണ്, ഒരാൾ യുധിഷ്ഠിരനാണ്, ഒരാൾ അർജുനനാണ്. ഉം. അപ്പം അതിനകത്ത് യുധിഷ്ഠിരനല്ല, ദുര്യോധനാണ്. അപ്പം അതിനകത്ത് ഫൈനലി പറഞ്ഞു വരുന്നത് കൃഷ്ണൻ നയിക്കുന്ന വഴി കൂടെ പോയാൽ ആ വിറ്റ്നസ് ആയി മാറാം, അല്ലെങ്കിൽ അതായിരിക്കും ആപ്റ്റ് പാത്ത്. അതായത് നമ്മുടെ മനസ്സിൽ ആ ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്, ആ വഴി അനുസരിച്ച് പോവുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഉം. എന്നെ സംബന്ധിച്ച് അങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബുക്സാണ് എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും എനിക്കത്. പിന്നെ അധികം നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ആ. അപ്പൊ ഈ ദുര്യോധനെ കാണിക്കുന്നത് നമ്മുടെ ഈഗോ ആയിട്ടാണ്. ആ. അതായത് നമ്മുടെ ഈഗോ അനുസരിച്ച് പോണോ അതോ ദൈവത്തിന്റെ പാദമുണ്ട്, നമ്മുടെ ഒരു പാദമുണ്ട്, ഇതിന്റെ ഒരു സമന്വയമാണ് ഈ കൃഷ്ണന്റെ പാദം എന്ന് പറഞ്ഞത്. അതുള്ളതാണ് ആ ബുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉം. സോ ആ ബുക്സ് വായിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നമാണ് അങ്ങ് അലിഞ്ഞു പോകും. ഉം. നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടല്ല എന്ന് നമുക്ക്. അതുകൊണ്ടാണല്ലോ പൊളിറ്റിക്സിലേക്കും ആളുകളുടെ ഇടയിലേക്കും ഇറങ്ങിയത്. പക്ഷെ ഇത്രയും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. MLA അതിന് ശേഷമാണ് എങ്ങനെയാണ് അപ്പ ഈ പ്രശ്നത്തെ അതിജീവിച്ചെന്ന് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്രയും പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം നാച്ചുറലായിരുന്നു, കൂളായിരുന്നു, കാമായിരുന്നു. കാരണം ജനങ്ങളുടെ പ്രശ്നമാണ് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഏത് ലെവൽ വരെ പോകണമെന്നാണ് ആഗ്രഹം? അതെ, ഇപ്പം MLA ആയത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കുകയാണ്. കാരണം ഇത് തന്നെ എനിക്ക് കൊണ്ടു നടക്കുക എളുപ്പമല്ല. കാരണം ഇത്രയും എക്സ്പെക്ടേഷനും ഇത്രയും എന്താ പറയുക ബേർഡനും നമ്മുടെ മേലിൽ വന്നു. ഇതിന്റെ അപ്പുറം പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് എൻ്റെ മണ്ഡലം എനിക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ള ആഗ്രഹം എനിക്കിപ്പോൾ ഉള്ളൂ. കാരണം അത് തന്നെ മാനേജ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പം വേറൊരു തലത്തിലേക്ക് ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല. ഇത് എങ്ങനെ മാനേജ്, ഈ ഡ്യൂട്ടി എന്നെ പാർട്ടി ഏൽപ്പിച്ചു, ആ ഡ്യൂട്ടി പൂർത്തിയാക്കുക, ബെസ്റ്റായിട്ട് കൊണ്ടുപോവുക. ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെന്റ്, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അത് എൻ്റെ ട്രാവൽസും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടാക്കാൻ. അപ്പൊ ഡെയിലി അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുക. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഫോക്കസ് ഇപ്പം MLA എന്നുള്ളതാണ്. ആ MLA എന്നുള്ളത് എനിക്ക് പുതുപ്പള്ളിയാണ് എൻ്റെ മണ്ഡലം. അവിടെ എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരാം, കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലാണ് പ്രധാനം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരാണ് ഫ്യൂച്ചർ ലീഡേഴ്സ്. അവർക്ക് കൂടുതൽ തോട്ട് പ്രോസസ്സ് വേണം, കൂടുതലായിട്ട് പുതിയ കാര്യം ചിന്തിക്കാൻ സാധിക്കണം. അതിലേക്ക് നമുക്ക് വളർത്തിയെടുക്കും. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയൂലേ, അത് എല്ലാ കാലത്തും ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴെങ്കിലും അപ്പയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? അല്ല, ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം എഗ്രി ചെയ്യണമെന്നില്ല. ഇപ്പം ഏത് ഫാമിലിയാണ് എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്യണമെന്നില്ല. അതേപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും തെളിയിച്ചിരിക്കുകയാണ്. ഞാനെന്ത് ഒപ്പീനിയൻ ഹോൾഡ് ചെയ്താലും ഹി വാസ് നെവർ റോങ് എന്നുള്ളതാണ്. He was always right irrespective of the എന്താ പറയാ സാഹചര്യം, സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് ജീവിതവും മരണവും തെളിയിച്ചിരിക്കുക. വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൻ ഇപ്പൊ ചാണ്ടി ഉമ്മൻ MLA. ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് മാറുമ്പോൾ അത് എപ്പോഴെങ്കിലും പ്രൈവസീനെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹിൻഡർ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, പ്രത്യേകിച്ച് ഹിൻഡർ ചെയ്ത് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഹിൻഡേർഡ് ആയിരുന്നു ചെറുപ്പം തൊട്ടേ. നമ്മുടെ ലൈഫ് അങ്ങനെ അക്കസ്റ്റംഡ് ആയി പോയി. ഇങ്ങനെ നമുക്ക് പ്രൈവസി ഇല്ലാതെ ആയി കഴിഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് പുതിയൊരു കാര്യമില്ല. പിന്നീട് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പ്രൈവസി എൻജോയ് ചെയ്യുന്ന ഞാൻ പറയില്ല, പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ കേരളത്തിന് പുറത്ത് അത്രയും പ്രൈവസി കുറവില്ല. ഇപ്പം കേരളത്തിന് പുറത്ത് പ്രൈവസി കുറവ് വന്നെന്ന് വേണമെങ്കിൽ പറയാം.
ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചില വ്യക്തികളോട് കടപ്പാടുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു 3 പേരുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞു. 3-ൽ കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 3 വ്യക്തികൾ നമുക്കൊരു നന്ദി പറയാൻ തോന്നുന്നില്ല, ഒരു കടപ്പാട് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന 3 പേര്. ഫസ്റ്റ് എൻ്റെ പേരൻസ് തന്നെയാണ്, ഫാദറും മദറും. ഉം. ഫാദറാണ് എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബ്ലെസ്സിങ് സോഴ്സും കാരണവും അറിയാം. മദറാണ് എന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് എന്നെ വഴി നടത്തിയത്. ഉം. അതുപോലെ തന്നെ രാജീവ് ജി എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരു മാർഗദീപം. ഞാൻ ഒരിക്കലും കണ്ടിട്ടുള്ളെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് ഉൾക്കൊണ്ട പ്രേരണയാണ് ഞാനെന്നും. അതുകൊണ്ട് ആ ഫാമിലിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഉം. രാഹുൽജിയോടും സോണിയാജിയോടും ഒക്കെ. അതുപോലെ രാഹുൽജി എൻ്റെ ഫാദറിന് അസുഖമായപ്പോഴൊക്കെ ചെയ്ത കാര്യങ്ങൾ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ എത്ര അൺസീൻ നമ്പർ ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ്, ആ സ്പിരിച്വൽ ലീഡേഴ്സ് കാരണമാണ് എനിക്ക് ഇന്ന് ഒരു യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയിലുള്ള വിശ്വാസം. അൺടീൻ നമ്പർ എൻ്റെ പേര് എടുത്ത് ഞാൻ പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. അപ്പം അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ പ്രസംഗങ്ങളും അവരുടെ ഐഡിയോളജീസാണ് ഒരു യൂണിവേഴ്സൽ തോട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും. അവരോട് ഞാൻ കടപ്പെട്ടു.